ഇനി മറ്റൊരു മുതുവാണത്തെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഇഷ്യൂവിന്റെ ഇടയിൽ കൂടെ വർഗീയത തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന ഒരു ലക്ഷ്മി കന്നത്തോ അവിടെ കന്നത്തൽ മുത്തമിട്ടാൽ കൊടുക്കണ ഒരെണ്ണം ഒന്ന് വായിക്കാം. ഗഫൂർ പറഞ്ഞ അസ്ത്രങ്ങളിൽ ഒന്നാണ് ഹിന്ദു പുരുഷന്മാരെ വ്യക്തിഹത്യ നടത്താൻ ടിപ്പുവിന്റെ മുന്നിൽപ്പെട്ട് ഭയന്ന് പേരും തോലും പൈതൃകവും പോയ കുറെ എണ്ണത്തിന്റെ പിൻഗാമികൾ ഇറങ്ങിയിട്ടുണ്ട്. ഹിന്ദുക്കൾ സൂക്ഷിക്കുക. ഹിന്ദു വേട്ടയുടെ പുതിയ വെർഷൻ ഇനിയും വരാം. ബസിൽ വ്യാജ പീഡനാരോപണം ഉന്നയിച്ച് സ്വയം വൈറലാകാൻ നോക്കിയ താത്തയാണ് ഈ നിരപരാധിയുടെ വിധിക്ക് ഉത്തരവാദി. ലക്ഷ്മി കന്നത്ത്. ഇതിനകത്ത് എന്തിനാണ് ഈ വർഗീയത തുപ്പാൻ വേണ്ടിയിട്ട് ഈ നാറിയെ പോലുള്ളവന്മാര് നിൽക്കുന്നത്? വർഗീയത, ഇതിന്റെ അകത്തൂടെ വർഗീയത കുത്തിക്കയറ്റി നമ്മുടെ നാട്ടിൽ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നാറി. ഇവർക്കൊക്കെ വേറെ പണിയില്ല. സീരിയസ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ അകത്തും വർഗീയത. ആളുകളെ തമ്മി തല്ലിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവർ പറയുന്നുണ്ടല്ലോ ഹിന്ദു പുരുഷന്മാരെ വ്യക്തിഹത്യ നടത്താനെന്നും പറഞ്ഞിട്ട്. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ അയാൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ, ചിലപ്പോൾ വസ്ത്രധാരണത്തിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവുമായിരിക്കും. ഇയാള് ഈ പറഞ്ഞ ദീപക് അവിടെ നിൽക്കുന്ന കണ്ടിട്ട് ഈ സ്ത്രീക്ക് മനസ്സിലായോ അത് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ എന്ന്? അയാളുടെ ഫോട്ടോ കണ്ടാൽ പോലും മനസ്സിലാവത്തില്ല അങ്ങേര് ഏത് ജാതിയാണെന്ന്. കുറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഈ കാര്യത്തിനകത്ത് എന്ത് അടിസ്ഥാനമാണ് എന്റെ പൊന്ന് ലക്ഷ്മി കന്നത്തെ ഉള്ളത്? ഹിന്ദു പുരുഷന്മാരെ നോട്ടം വിട്ട് പിടിച്ച് വ്യക്തിഹത്യ നടത്തുക, എന്നിട്ട് അവരെ മരണത്തിലോട്ട് തള്ളിയിടുക. ഭയങ്കര തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. വെറുതെ ഇരിക്കുന്ന മനുഷ്യന്മാരുടെ ഉള്ളിലോട്ട് വിഷം ചീറ്റുന്ന പരിപാടി. ഇവക്കൊക്കെ ഇതിനെ മതസ്പർദ്ധയ്ക്ക് കേസെടുക്കണം. ഈ നാട്ടിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചെന്ന് പറഞ്ഞിട്ട് അവന്മാർ അങ്ങനെ